Hello guys, welcome back to our YouTube channel Mr. Ogi S World. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ദിവാലി ഗൈസ് വീണ്ടും നമ്മൾ പ്രസന്ന സ്കിപ്പിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെടുക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഗൈസ്. 2000 ലൈക്കാണ് നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ്. എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കുക ഗൈസ്. ഇന്നത്തോടെ നമ്മളുടെ പ്രിസൺ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും ഗൈസ്. പ്രിസൺ എസ്കേപ്പ് ഇന്നത്തോടെ ഞാൻ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ആദ്യം നമ്മുടെ കോഴിക്കൽ പരിപാടി വീണ്ടും തുടങ്ങും ഗൈസ്. ഗാർഡിനെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മൾ ഗാർഡിനെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ കോഴിക്കലത്തെ പരിപാടി വീണ്ടും തുടങ്ങുന്നു ഗൈസ്. നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ ഇവിടെ തന്നെ എല്ലാം ലെവലാക്കി കുഴിക്കുക ഗൈസ്. എന്നിട്ട് ഇവിടെ നിന്ന് എല്ലാം ലെവലാക്കിയതിന് ശേഷം നമ്മുടെ ഇവിടെ നിന്ന് എല്ലാ സാധനവും കളക്ട് ചെയ്തിട്ട് ഗാർഡിന് കൊണ്ടു കൊടുക്കണം ഗൈസ്. എന്നിട്ട് അവർ ഗാർഡിൻ്റെ കയ്യിൽ നിന്ന് ടോയ്ലറ്റ് പേപ്പർ വാങ്ങിക്കണം ഗൈസ്. ഇപ്പോൾ ഈ വീഡിയോ ആദ്യം ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടൊന്നും കാണാത്തവരാണെങ്കിൽ അവർ ഉടനടി ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഗൈസ്. ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും ഇത് പ്ലേ ലിസ്റ്റിലുണ്ട് ഗൈസ്. ഞാൻ പ്ലേ ലിസ്റ്റ് കൊടുക്കാം ഗൈസ് ഡിസ്ക്രിപ്ഷനിൽ. പ്ലേ ലിസ്റ്റ് പോയി കാണും ഗൈസ്. നമ്മൾ ഇവിടെ ഏകദേശം കുഴിച്ച് ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഫുള്ളും സൈഡിലേക്കാണ് ഒഴിക്കണം ഗൈസ്. ഇനി അതെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് ഒഴിക്കണം ഗൈസ്. നമ്മൾ ഏകദേശം 50 മീറ്റർ അതിനായിട്ടുള്ളൂ. ഇനി 10 മീറ്റർ ഒഴിച്ചിട്ട് ഒരു സൈഡിലേക്കാണ് ഒഴിച്ച് പോകേണ്ടത് ഗൈസ്. നമ്മൾ ഇന്നത്തോടെ വീഡിയോ കംപ്ലീറ്റ് ആക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിന് വെച്ചിട്ട് മുകളിൽ പോയിട്ട് ഇതെല്ലാം ക്ലീൻ ആക്കണം ഗൈസ്. ഈ മണ്ണ് കൊണ്ടുപോയിട്ട് കളയണം ഗൈസ്. അപ്പോൾ ആദ്യം ഇത് നമുക്ക് മൂടണം. ഇനി മണ്ണെടുത്തിട്ട് ഈ കക്കൂസിൻ്റെ കൊണ്ടിടാം ഗൈസ്. ഈ ക്ലോസറ്റിൽ കൊണ്ടിടാം. ഈ ക്ലോസറ്റിൽ കൊണ്ടിട്ടാൽ ഇല്ലെങ്കിൽ കാർഡ് വന്ന് പിടിക്കും ഗൈസ്. സമയം ഇനിയും ഉണ്ട്, പക്ഷേ നമ്മൾ ഇത് കൊണ്ട് ഗൈസ് രാത്രി 10 മണിയായാൽ കാർഡ് വരികയും ചെയ്യില്ല. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഗൈസ്. ആ 10 മണിയാവുന്നതിന് പെട്ടെന്ന് നമുക്കിത് കൊണ്ടിടുന്നുണ്ട് ഗൈസ്. വേഗം കൊണ്ടിടാം. അപ്പോൾ ഗൈസ് ഗാർഡ് ഇപ്പോൾ വരാനായിട്ടുണ്ട്. ഏകദേശം സമയമായിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി വണ്ണില്ലോ ഗൈസ്. ഗാർഡ് ഇപ്പോൾ ഇപ്പം വരും ഗൈസ്. ഗാർഡ് ഇതാ വരുന്നു. ഗാർഡ് വരാനായിട്ടുണ്ട്. ഗാർഡ് വരുന്നുണ്ട്. ഗാർഡ് നമുക്ക് ഇങ്ങോട്ട് വിളിച്ചെടുത്തിട്ട് നമുക്ക് ഇത് കൊടുക്കാം ഗൈസ്. ഗാർഡ് ഇപ്പം വരും. ഓക്കെ, ഗാർഡ് വന്നിട്ടുണ്ട്. ഗാർഡ് വരുന്നുണ്ട്. ഇതാ ഓക്കെ, നമുക്കതെല്ലാം ഇവിടെ വെച്ചിട്ട് ഗാർഡിനെല്ലാം കൊടുക്കാം ഗൈസ്. ഒന്നും ഒഴിയാണ്ടെല്ലാം ഗാർഡിന് ഇവിടെ വെച്ചിട്ട് കൊടുക്കാം ഗൈസ്. എല്ലാ സാധനവും നമുക്ക് കൊടുക്കണം ഗൈസ്. അവിടെ എന്തോ സാധനം നമ്മൾ മിസ്സാക്കി ഗൈസ്. ആ മറ്റേ പ്രസണറിന് കൊടുക്കേണ്ട എന്തോ സാധനം നമ്മൾ അവിടെ വിട്ടു ഗൈസ്. അതിനി പിന്നെ നോക്കാം. നമുക്ക് ഇതെല്ലാം കൊടുക്കാം ഗൈസ്. നെഗോഷിയേറ്റ് ആയിട്ട് ഒരു 76 79 പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ടോയ്ലറ്റ് പേപ്പർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഗാർഡ് 30 സെക്കൻഡിനുള്ളിൽ വരും. നമുക്കിനി അടുത്ത് ടോയ്ലറ്റ് പേപ്പർ കൊടുത്തിട്ട് കുറച്ച് ഫുഡ് വേണം ഗൈസ്. നമ്മൾ എനർജി ഫുള്ള് തീർന്നിട്ടല്ലേ. ഓക്കെ, നമുക്ക് കുറച്ച് യോഗട്ട് കാണിക്കാം. ഇനി നമുക്ക് വീണ്ടും സെല്ലിൽ പോയിട്ട് അടച്ചിട്ട് ഗാർഡിന് നൈറ്റ് ആയതുകൊണ്ട് വരില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ കുഴിക്കൽ പരിപാടി വീണ്ടും തുടങ്ങാം ഗൈസ്. നമ്മളെ കൈമൽ കുറച്ച് എനർജി ഡ്രിങ്ക് ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് വീണ്ടും താഴെ പോയിട്ട് കുഴിക്കണം ഗൈസ്. ഇതെല്ലാം കളക്ട് ചെയ്യുക. അതിനിടക്ക് ഇതൊക്കെ കളക്ട് ചെയ്യാം. നമുക്ക് ഒന്നും ഒഴിവാക്കാതെ എല്ലാം കളക്ട് ചെയ്യാം ഗൈസ്. തോക്ക് എല്ലാം കളക്ട് ചെയ്യണം ഗൈസ്. ഒന്നും ഒഴിവാക്കണ്ട. എല്ലാം കളക്ട് ചെയ്ത് നമുക്ക് ഗാർഡിന് കൊണ്ട് കൊടുത്താൽ നമുക്ക് നല്ല ടോയ്ലറ്റ് പേപ്പർ കിട്ടും ഗൈസ്. ഒരുപാട് ടോയ്ലറ്റ് പേപ്പർ കിട്ടും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്ത് ഗാർഡിന് കൊണ്ട് കൊടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതെല്ലാം കുഴിച്ച് ലെവലാക്കണം. കുഴിക്കുന്നതിനെടുക്കാതെ ആയി കണ്ട് ഗൈസ്. ഈ സിൽവർ കോയിൻ നമുക്ക് 2 കോയിൻ വെച്ച് കിട്ടും ഗൈസ്. നമ്മുടെ കൈമുള്ള പൈസ 2 ആയിട്ട് ഇരട്ടിയാവും ഗൈസ്. ഇനി നമുക്ക് കുറച്ചും കൂടി കുഴിക്കാണ്ട്. കുറച്ച് ഇങ്ങനെ കുഴിച്ച് കുറേ കുഴിക്കണം. ഇത് കുഴിച്ചിട്ട് കുറേ പണിയെടുത്താലേ നമുക്ക് എസ്കേപ്പ് ആവാൻ കഴിയുള്ളൂ ഗൈസ്. ഗൈസ് ഇത് വല്ലാത്ത പണിയാണ് ഗൈസ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുകൊണ്ട് നമുക്ക് മോട്ടിവേഷൻ തരാനായിട്ട് എല്ലാവരും വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. ഉടനെ തന്നെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഗൈസ്. നമുക്ക് 110K സബ്സ്ക്രൈബേഴ്സ് കേൾക്കേണ്ടതാണ് ഗൈസ്. ഈ വർഷം അവസാനിക്കുന്നതിന് പെട്ടെന്ന് നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് കേൾക്കണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് അടിച്ച് പവർ കാണിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് 10K കംപ്ലീറ്റ് ആക്കാൻ കഴിയുള്ളൂ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എല്ലാവരും ചാനൽ സബ് ചെയ്യുക ഗൈസ്. സബ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. എല്ലാവരും ചാനൽ സബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സുമാണ് എൻ്റെ വീഡിയോയുടെ അടുത്ത വീഡിയോയുള്ള എൻ്റെ മോട്ടിവേഷൻ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും ചെയ്യുക.
ഇനി ഒരുപാട് കുഴിക്കാനുണ്ട്. ഇത് ഒത്തിരി ഒത്തിരി കുഴിച്ച് നമുക്ക് ഇത് ലെവലാക്കണം. അതിനോടൊപ്പം ഇതെല്ലാം കളക്ട് ചെയ്യാം ഗൈസ്. ഒന്നൊഴിയാതെ അതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. ഏകദേശം നമ്മൾ 10 മീറ്റർ കംപ്ലീറ്റ് കറക്റ്റ് 10 മീറ്റർ ലെവലാക്കിയിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാം നമുക്ക് ഇവിടെ കൊണ്ട് നിരത്തിയിട്ട് താഴെ പോയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ലെവലാക്കണം ഗൈസ്. 10 മീറ്റർ തന്നെ ഓൾറെഡി കുഴിച്ചിന് ഞാൻ നേരത്തെ. എന്നാലും കുറച്ചും കൂടി ലെവലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് കറക്റ്റ് കുറച്ച് ഇതാക്കി കുഴിച്ചത്. ഇപ്പം -10.3 മീറ്റർ നമുക്ക് കുഴിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മുമ്പോട്ടേക്കാണ് കുഴിക്കേണ്ടത്. ഇനി മുമ്പോട്ട് കുഴിച്ചാലേ നമുക്ക് നമ്മുടെ ആ ടണലിലെത്തി ചേരാൻ കഴിയും ഗൈസ്. ആ കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് കിട്ടിയ ലെറ്ററിൽ നമുക്ക് എസ്കേപ്പ് ആവണമെങ്കിൽ മുമ്പിലോട്ട് കുഴിച്ച് പോകണം ഗൈസ്. എന്നാലേ ആ ടണലിൽ എത്തിക്കഴിയൂ. ആ ബാൻഡേഡായി കിടക്കുന്ന ടണലിൽ ഇതെല്ലാം കളക്ട് ചെയ്ത് പോകണം. നമ്മുടെ എനർജി കഴിയുമ്പോൾ നമുക്ക് എനർജി ഡ്രിങ്ക് കുടിക്കാം. നമ്മൾ എനർജി ഡ്രിങ്ക് കുറച്ച് വാങ്ങിച്ച് വെച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ സുഖസുന്ദരമായിട്ട് രാത്രിക്ക് നമുക്ക് ഇത് ചെയ്യാൻ എളുപ്പമാണ് ഗൈസ്. അതുകൊണ്ട് നമുക്കെല്ലാം വേഗം ചെയ്യാം ഗൈസ്. ഈ ഗെയിം കംപ്ലീറ്റ് ആക്കിയ ശേഷം നമുക്ക് കുറേ ഗെയിം ഇനിയും കളിക്കാണ്ട് ഗൈസ്. കുറേ സിമുലേറ്റർ ഗെയിംസ് ഇനിയും വരും ഗൈസ്. പിന്നെ കുറച്ച് ഹൊറർ ഗെയിമും കളിക്കാണ്ട് ഗൈസ്. എല്ലാവരും അതുകൊണ്ട് ചാനൽ സബ് ചെയ്ത് വെച്ചു ഗൈസ്. എന്നാലേ നിങ്ങൾക്ക് വീഡിയോ വേഗം കിട്ടത്തുള്ളൂ ഗൈസ്. എല്ലാവരും ചാനൽ സബ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. ഹൊറർ ഗെയിമിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത് വരാൻ പോകുന്നത്. ചിലപ്പോൾ എല്ലാ തരം വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഗൈസ്. ഒരുപാട് കുഴിക്കാണ്ട് അത്ര കുഴിച്ചാലും തീരില്ലല്ലോ. അയാൾക്ക് കൊടുക്കുന്ന സാധനം ആദ്യം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവരെ പ്രശ്നം കൊടുക്കുന്ന സാധനം ആദ്യം കിട്ടിയിട്ടുണ്ട്. മുകളിൽ സ്റ്റാർ സുഖിവെന്ന അയാൾക്ക് കൊടുക്കാനുള്ള സാധനം കിട്ടുന്നത്. പക്ഷേ ചില സമയത്ത് ഞാൻ അറിയാണ്ട് വെച്ച് പോകും ഗൈസ്. പിന്നെ തിരിച്ചെടുക്കാനുള്ള വഴിയൊന്നും എനിക്കറിയേ ഇല്ല ഗൈസ്. നമുക്കിനി ഒത്തിരി കുഴിക്കാനുണ്ട് ഗൈസ്. ഇപ്പോൾ ഏകദേശം രാത്രി ഇല്ലത് ഏകദേശം കുടിച്ച് കഴിഞ്ഞ് ഗൈസ്. ഇവിടെ എനർജിയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് മൂടിയിട്ട് നമുക്കിതെല്ലാം ഈ മണ്ണെല്ലാം കൊണ്ടുപോയിട്ട് വീണ്ടും ക്ലോസറ്റിലിടാം ഗൈസ്. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ഇന്ന് രാത്രി ഉറങ്ങാം ഗൈസ്. എന്നിട്ട് ഇനി നാളെ രാവിലെ കുഴിക്കാൻ തുടങ്ങും ഗൈസ്. അപ്പോൾ ഈ മണ്ണെല്ലാം നമുക്കിനി കോരിക്കൊണ്ടിടണം ഗൈസ്. നമുക്ക് എന്തെല്ലോ സാധനം മേടിച്ച് വെച്ചാൽ ഈ കാട് വരുന്ന സമയം കുറച്ച് കൂട്ടാനെല്ലാം കഴിയും ഗൈസ്. പക്ഷേ അതിനൊന്നും നമ്മുടെ പൈസ കുറവാണ്. ഏകദേശം നമുക്ക് ഇനി ഇതെല്ലാം കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് മണിക്കണമെന്നൊന്നുമില്ല. അപ്പം ഇതുകൊണ്ട് മതി. നമുക്കൊരു കക്കൂസെല്ലാം മണിക്കണമെന്നുണ്ട്. പക്ഷേ ഒന്നൊന്നും മണിക്കാൻ പൈസ ഇല്ല. നമ്മൾ തൽക്കാലം ഇങ്ങനെ കളിക്കാം ഗൈസ്. ഇപ്പം ഇന്ന് കിടക്കുക ഗൈസ്. ഇനി ഇത് ടൂളായിട്ട് ഇത് വെച്ചിട്ട് കിടക്കുക ഗൈസ്. അറിയാതെ അത് ടൂളെടുത്താണ് ഗൈസ്. ഇപ്പോൾ ഓക്കെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് സാധനമെല്ലാം നമുക്ക് ഇവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ കുഴിക്കൽ പരിപാടി തുടങ്ങണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി ടൂള് പുറത്തെടുത്തിട്ട് വീണ്ടും കുഴിക്കൽ പരിപാടിയിലേക്ക് എല്ലാവരും പോകാം ഗൈസ്. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. കാർപ്പറ്റ് മാറ്റിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇനി ഇതെല്ലാം കളക്ട് ചെയ്യണം ഗൈസ്. എന്നിട്ട് നമുക്ക് പിന്നെ കുഴിക്കാം ഗൈസ്. ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലത് ഗൈസ്. ടോയ്ലറ്റ് പേപ്പർ നമുക്ക് കുറേ കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് എല്ലാം കളക്ട് ചെയ്യാം ഗൈസ്. എല്ലാം കളക്ട് ചെയ്ത് ഒന്നും ഒഴിയാതെ എല്ലാം കളക്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇതൊക്കെ കളക്ട് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ചാനലൊന്ന് ലൈക്ക് അടിക്കാം ഗൈസ്. എന്നാലേ എനിക്ക് കുറച്ച് ഇത് കിട്ടുള്ളൂ ഗൈസ്. പ്രോത്സാഹനം കുറച്ചും കൂടി വീഡിയോ ഇടാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനലിൽ ലൈക്ക് ഇടുക ഗൈസ്. എൻ്റെ വീഡിയോ കാണുന്ന ആരും ലൈക്ക് ഇടുന്നില്ല ഗൈസ്. എല്ലാവരും ചാനലിൽ ലൈക്ക് ഇടണം ഗൈസ്. ചാനൽ നിർബന്ധമായി എല്ലാവരും ലൈക്ക് ഇടുക ഗൈസ്. പ്ലീസ് എല്ലാവരും ലൈക്ക് ഇട്ട് സപ്പോർട്ട് ആക്കും ഗൈസ്. ഗൈസ് എല്ലാവരും ലൈക്ക് ഇടണം. ഞാൻ കുറേ തവണയായി പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളാരും ലൈക്ക് ഇടുന്നില്ല. എല്ലാ വീഡിയോ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടും ആരും ലൈക്ക് ഇടുന്നില്ല ഗൈസ്. ലൈക്ക് ഇടാൻ ആദ്യമാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ചാനൽ സബും ചെയ്തില്ല. ഒരു 100 ആൾക്കാർ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിൽ 10 ആളെ പോയിട്ട് ഒരു 5 ആൾ പോലും സബ് ചെയ്യുന്നില്ല ഗൈസ്. അങ്ങനത്തെ അവസ്ഥയാണ് ഗൈസ്. എല്ലാവരും ഒന്ന് സബ് ചെയ്യും ഗൈസ്. എന്നാലേ നമുക്ക് വീഡിയോ എടുത്തത് ഇടാൻ കഴിയൂ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇയാൾക്ക് ടോയ്ലറ്റ് പേപ്പർ കുറച്ചെല്ലാം കാണിക്കാം ഗൈസ്. എഴുതി കൊടുത്തിട്ട് 207 ടോയ്ലറ്റ് പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒത്തിരി കുഴിക്കാറുണ്ട് ഗൈസ്. ഈ ടോയ്ലറ്റ് പേപ്പർ ഏതായാലും വാങ്ങി വെച്ചേക്കാം. ഇനി നമുക്ക് ഒത്തിരി കുഴിക്കാറുണ്ട്. അതൊക്കെ കുഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട് ഗൈസ്. വീണ്ടും നമ്മൾ കുഴിച്ചാല സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ലഞ്ച് ബ്രേക്കിന് പോകാം ഗൈസ്. എന്നിട്ട് നമുക്ക് സൂപ്പ് കുടിച്ചിട്ട് നമുക്ക് കുറച്ച് എനർജി ഡ്രിങ്കെല്ലാം മേടിച്ച് സെറ്റാക്കാം ഗൈസ്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് കുഴിക്കാൻ സുഖമായിട്ട് കുഴിച്ച് രക്ഷപ്പെടാനാവില്ല ഗൈസ്. ഓക്കെ ഇത് തുറക്കണം ഗൈസ്. ഓക്കെ
അവർ വന്ന് തുറന്നു വന്നിട്ടുണ്ട്. ഇപ്പം 150 കിലോ ഇട്ടിട്ട് നമ്മൾ ബെഞ്ച് പ്രസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ ഫൈനലായിട്ട് നമ്മളെ ബെഞ്ച് പ്രസ്സാണ് ഗൈസ്. ഇരിക്കും ലാസ്റ്റത്തെ ഫൈനൽ ബെഞ്ച് പ്രസ് ആയിരിക്കും ഗൈസ്. ഈ ബെഞ്ച് പ്രസ്സും കൂടി അടിച്ചാൽ നമുക്ക് ഇനി ബെഞ്ച് പ്രസ് അടിക്കേണ്ടി വരില്ല ഗൈസ്. ഫൈനലായിട്ട് നമുക്ക് ഒരു ആവശ്യം കൂടി ബെഞ്ച് പ്രസ് അടിക്കാം ഗൈസ്. ഈ ബെഞ്ച് പ്രസ് അടിക്കുന്ന സമയം കൊണ്ട് നിങ്ങളെല്ലാവരും ചാനലിനെ സബ് ചെയ്യുക, അതുപോലെ വീഡിയോക്ക് ലൈക്കും ചെയ്യുക ഗൈസ്. 5-10 പേർ 5 പേരുടെ ഞാനിങ്ങനെ മാറി ഓക്കെ. 2 കൈരും 3 പേരിൽ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അടിച്ചത്. 6 പേരിൽ വെച്ചിട്ടാണ് ഞാൻ ഗൈസ് ബെഞ്ച് പ്രസ് കംപ്ലീറ്റ് ആക്കിയത്. സൂപ്പ് കാണിക്കാം. സൂപ്പ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് കളിച്ച് നോക്കിയാലോ? വേണ്ട, ഇനി നമുക്ക് എനർജി ഡ്രിങ്ക് കാണിക്കാം ഗൈസ്. എടുക്കാനാവത്തെ ഓക്കെ ഓക്കെ. ഒന്നും ഇങ്ങോട്ടും മണിക്കാം. ഓക്കെ, ഇനിയും മണിക്കാം. ഓക്കെ, നമ്മുടെ പൈസയൊക്കെ തന്നിട്ടുണ്ട്. എനർജി ഡ്രിങ്ക് 3 ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഗ്ലോ സ്റ്റിക്ക് കൂടെ മണിക്കാം. ഓക്കെ, പടക്കം മണിക്കുന്നത് $3 ഗീസ്. ഇതെല്ലാം മണിക്കാർ പൈസ ഇല്ല ഗൈസ്, പൈസ തീർന്നാവും. ഓക്കെ, ഏകദേശം ലഞ്ച് ബ്രേക്ക് എൻ്റെ ആവാനായിട്ടുണ്ട്. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാത്രിയോ നമ്മൾ ഇതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതായിരിക്കും ഗൈസ്. ഗൈസ് കാർഡിന് ഇങ്ങനെ വന്ന് നോക്കിയാൽ കാണത്തില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? കണ്ട നിങ്ങാണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇവിടെ. കാടിനെന്താ കണ്ണ് പൊട്ടന്മാരാ കാർഡുകൾ. നമ്മൾ ഇവിടെ കുഴിച്ചൊന്നും കാർഡ് കാണുന്നില്ല ഗൈസ്. എന്നാ അറിയത്തില്ല, ഭാഗ്യമുണ്ട് നമുക്കത്. നല്ല കാര്യമാണ് കാർഡ് അങ്ങനെ കാണാത്തത്. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു പൈസയില്ല ഗൈസ്. നമ്മളെ കയ്യിൽ പൈസ എല്ലാം തീർന്നില്ല ഗൈസ്, ഫുള്ള് തീർന്നു. ഓക്കെ ഗൈസ്, ഗാഡിപ്പോൾ വന്ന് സെല്ലടക്കും. നമുക്ക് ഗാഡിനെ വിളിച്ചിട്ട് സെല്ല് ഇറക്കിപ്പിക്കാം. കാർഡ് ഗാഡി ഓക്കെ, എവറിത്തിങ് ഓക്കെ ഓക്കെ ഓക്കെ. ഒന്നുമില്ല. ഓക്കെ, നമുക്കിത് വീണ്ടും ഒഴിക്കൽ പരിപാടിയിലേക്ക് തുടങ്ങാം ഗൈസ്. നമുക്കിന്ന് സൈഡിലേക്ക് കുഴിച്ച് പോവുകയാണ്. വേറെ നമ്മൾ സൈഡ് തുറന്ന് പോകണം. സൈഡിലേക്ക് ഒരു 5 മീറ്റർ വരെ പോകാനുണ്ട്. നമുക്ക് എത്ര മീറ്റർ അറിയത്തില്ല. സൈഡിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അതായിരുന്ന ക്യാൻഡി. അത് കണ്ടിട്ട് ക്യാൻഡി ആണെങ്കിൽ ഉണ്ടായില്ലല്ലോ എനിക്ക് തോന്നുന്നതാണ് ക്യാൻഡി എന്നാണ്. കാരണം എന്താ സ്റ്റാർ ഇവിടെ കത്തിയിട്ടുണ്ട്. പിന്നെ താഴെ എഴുതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അയാളുടെ പേര് ജിമ്മി എന്നാണ് ഗീസ്. നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ആളുടെ പേര്, സാധനം കൊടുക്കേണ്ട ആളുടെ പേര് നമ്മൾ ജിമ്മി എന്നാണ്. അയാൾക്ക് കൊടുക്കുന്ന സാധനം നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൊണ്ട് നമുക്ക് ഇതിൽ കൊണ്ടിടണം ഗീസ്. ഇതെല്ലാം കൊണ്ട് നമുക്ക് തീർക്കാം. 9 മണിയായിട്ടുണ്ട്. 10 മണി 12 മണിക്ക് നമ്മളെ ലഞ്ച് ബ്രേക്ക്. കുടുങ്ങി പണ്ടാക്കണേ. ഇത് കുടുങ്ങി ഏറ്റവും വലിയ ചോയ്സ്. എല്ലാവരും അറിയാലോ, ഇത് കുടുങ്ങിയ പിന്നെ നമുക്ക് ഒന്നും ചെയ്യുന്നില്ല. അത് വേഗം കുത്തി കളയണം, ഇല്ലെങ്കിൽ കാട് വന്ന് അപ്പം പിടിച്ച് നമ്മളെ ജയിലിടും. അത് ഉറപ്പാണ്. ഏകദേശം നമ്മൾ രക്ഷപ്പെടാനായിട്ടുണ്ട്. ഇന്ന് കത്തൊന്നുമില്ല, എന്താ അറിയത്തില്ല. കുറച്ച് ദിവസം കത്ത് വേറില്ല. നമ്മൾ കുറേ ദിവസം നമ്മൾ വേഗം രക്ഷപ്പെടേണ്ട സമയം കഴിഞ്ഞു ഗൈസ്. പക്ഷെ മെല്ലെ കളിച്ചിട്ടാണ് ഗൈസ് സമയം ഇങ്ങനെ പോയത് ഗൈസ്. ഗൈസ് 1 2 ഓക്കെ മതി. 2 സാധനം വെച്ചിട്ട് സമയമില്ല. 11 ഡെലിവറി വരാനുണ്ട് ഗൈസ്. 11 ഡെലിവറി വരാനുണ്ട്. ഓക്കെ, 11 ഡെലിവറി അടിയുണ്ട്. ഓക്കെ പെട്ടോ, പോയിക്കോ. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് വാങ്ങിച്ചിട്ട് അടക്കണം ഗൈസ്. ഇല്ലെങ്കിൽ നമുക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ചോറ വരും ഗൈസ്. ആദ്യം നമുക്ക് ഒന്നുമില്ല, കുറച്ചൊന്നും ലെവലാക്കി കുഴിക്കൊണ്ടു. എന്നാണ് നമുക്ക് ലഞ്ച് ബ്രേക്ക് ആയും ഗൈസ്. ലഞ്ച് ബ്രേക്ക് അതായത് നമുക്ക് ടൈം വളരെ കുറവാണ് ഗൈസ്. ടൈം കൂട്ടാനോ ഗൈസ്. അവിടെ എന്ത് സാധാരണ മനുഷ്യനൊക്കെ ടൈം കൂട്ടാനാവത്തെന്ന് ആവുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ പൈസ ഇല്ല ഗൈസ്. എന്ത് ചെയ്യാനാണ്? പൈസ ഇല്ലല്ലോ. പൈസ എല്ലാം ഞാൻ അനാവശ്യ കാര്യങ്ങൾ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൈസ അത് കിട്ടുന്നുണ്ട്, അത് ഞാൻ ചിലവാക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ചിലവാക്കുന്നത്. അതാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയ ചോറായിട്ടുള്ളത്. ഈ മുകളിൽ നമ്മളെ തല പോകാൻ തല ഇങ്ങനെ ഇട്ട് കൂടെ പോകണമെങ്കിൽ നമുക്ക് ലെവൽ വേണം ഗൈസ് മുകളിലേക്ക്.
ഇവിടെ തല മുട്ടും ഗൈസ്. നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത് ഇതെന്താ തീരാത്ത. നമ്മൾ അത്ര കുറേ നേരമല്ല പൊഴിക്കുന്നത്. ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? യെസ്, ഇത് വഴി തെറ്റിയാ? ഇല്ല ഇല്ല ഇല്ല. യെസ്, സമയമില്ല. ഓ 12 മണിയാവാനായി. ടൈം നോക്കിയില്ല. യെസ്, ഇത് മിക്കവാറും അതേ പിടിക്കപ്പെടും. ഇത് മിക്കവാറും പിടിക്കപ്പെടും കേസ്. നമുക്ക് വേഗം കൊണ്ടിരിക്കണം. അതിന് 30 സെക്കൻഡ് പക്ഷെ കുടുങ്ങാതിരുന്ന നമ്മൾ സുഖമായിട്ട് കൊണ്ടിരിക്കും കേസ്. 30 സെക്കൻഡ് ഉണ്ട്, നമുക്ക് ധാരാളമാണ്. നമുക്ക് കുടുങ്ങിയാലേ പ്രശ്നമുള്ളൂ. ഇല്ല, കുടുങ്ങിയില്ല, ഇതുവരെ കുടുങ്ങിയിട്ടില്ല. ലാസ്റ്റ് ഇത് വഴിയുള്ളൂ. ഇതും കൂടി കൊണ്ടിട്ടാൽ ഓക്കെ. ഞാൻ പേടിച്ചു പോയി, പക്ഷെ പ്രശ്നമില്ല. ഓക്കെ, അടുത്ത ഇതിൽ പ്രാവശ്യം നമുക്ക് അയാളുടെ ക്യാൻഡി കൊണ്ട് കൊടുക്കുക ഗൈസ്. അയാൾ ആവശ്യപ്പെട്ട ക്യാൻഡി മറ്റേ സ്വർണ്ണ പ്രസംഗിലിരിക്കുന്ന അയാളുടെ റിച്ച് പേഴ്സൻ്റെ നമ്മുടെ ജിമ്മിയുടെ ആ ജിമ്മി കാലൻ്റെ സാധനം നമുക്ക് കൊണ്ടുകൊടുക്കുക ഗൈസ്. ക്യാൻഡി നിന്ന് കൊച്ചു കുട്ടി അയാൾ മുട്ടായില്ല തന്നെ. ഓക്കെ ഓക്കെ, ലഞ്ച് ബ്രേക്കായി, മനസ്സിലായി. ഓക്കെ, ഇതാ ജിമ്മി എന്നാ പിടിച്ചോ ക്യാച്ച്. ഓ ഗൈസ്, $22 കിട്ടിയിട്ടുണ്ട് ഗൈസ്. 22 ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് സൂപ്പ് മാത്രം മേടിച്ചാൽ ഗൈസ്. പക്ഷേ സൂപ്പ് മേടിക്കാം. ഇനി ബെഞ്ച് പ്രസ് ഒന്നും അടിക്കുന്നില്ല ഞാൻ. എനർജി ഡ്രിങ്ക് മേടിച്ചു ഗൈസ്. 4 എനർജി ഡ്രിങ്ക് മേടിച്ചാൽ പറ്റും ഗൈസ് ഇപ്രാവശ്യം. നമുക്ക് എനർജി ഡ്രിങ്ക് മേടിച്ചാൽ ഗൈസ്. ഓക്കെ, 4 എനർജി ഡ്രിങ്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പടക്കം മേടിക്കാം ഗൈസ് ഇവിടുന്ന്. ഇനി ഇവിടുന്ന് വേറെ ഒന്നും മേടിക്കാൻ കഴിയില്ല, പടക്കം മാത്രം മേടിക്കാം മതി. പടക്കം ഒന്നുകൂടെ മേടിക്കല്ലേ? പടക്കം ഏതായാലും ഒരു വഴിക്ക് പോകുന്നില്ലേ, ഒരു പടക്കം കൂടി ഇരിക്കട്ട്, ഒരു ലൈറ്റും പിടിച്ചിട്ട്. പടക്കം പൊട്ടിച്ചൊന്നും അവർ കേൾക്കത്തില്ല കേസ്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല പടക്കമൊന്നും. നമുക്ക് ഇനിയും സമയമുണ്ട്. ഇനി ഇപ്പോൾ 1:30 ആയിട്ടു. ഇനിയും നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട്. ഇയാളോട് തടുത്തുന്ന സാധനം ഓക്കെ 15 തരാം. ഗെറ്റ് മീ വാച്ച്. ഇയാളെ വാച്ച് നമ്മളെ കൈ മിണ്ടോ അറിയത്തില്ല. ഓക്കെ, ഇവിടെ ഒന്ന് തുറന്നു നോക്കാം. തുറന്നിട്ട് കിട്ടാൻ നമുക്ക് വാച്ച് കൊണ്ട് കൊടുക്കാം. വാച്ച് ഉണ്ടോ? വാച്ചില്ല. ഓക്കെ, നമുക്ക് വേഗം മുകളിലേക്ക് ഗൈസ്. പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഗൈസ്. വാച്ചില്ല. വാച്ച് ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്കിനി അതിൽ അളക്കാം. നാളെ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് വാച്ച് കൊണ്ടുകൊടുക്കാം ഗൈസ്. നാളെയും കൂടി നമ്മൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെയും കൂടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പറയാൻ കഴിയില്ല. ഇത് കുഴിച്ചിട്ടും എത്ര അതിൽ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, ഓ നമ്മൾ 10 ടോയ്ലറ്റ് പേപ്പർ 100 ടോയ്ലറ്റ് പേപ്പർ എടുത്ത് നമുക്ക് ഇത്ര പൈസ കിട്ടും ഗൈസ്. ഓഹോ, ഇത് നമ്മൾ അറിയില്ല. പൈസ മേടിച്ചു ഗൈസ്. ഓക്കെ, ടോയ്ലറ്റ് പേപ്പർ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ടോയ്ലറ്റ് പേപ്പർ നമ്മളെ അധികം ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ മേടിച്ചു. നമുക്ക് ഇനി അടുത്ത ദിവസം കൂടി കുറച്ചും കൂടി പൈസ മേടിച്ചിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റുമോ ഗൈസ്? കറണ്ട് പോയാ കുഴപ്പമില്ല. ഇത് ഓഫ്ലൈൻ ഗെയിമായതുകൊണ്ട് വലിയ ചൊറയില്ല റെക്കോർഡ് ചെയ്യുമ്പം. ഓക്കെ ഓക്കെ ഇതെല്ലാം ഇവിടെ വെക്കണം. ഓക്കെ, ഇതെല്ലാം തരട്ടെ. ഇതെല്ലാം വെക്കണം ഗൈസ്. ഇതെല്ലാം വിറ്റിട്ട് ഒരു 62 നമ്പർ കേസ്. അതിൽ 62 ടോയ്ലറ്റ് പേപ്പർ. ഓക്കെ, നമുക്കിന് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നുമില്ല. ഓക്കെ, നമ്മുടെ അനുസരിച്ച് പറഞ്ഞാൽ ഫുള്ളാണ്. പിന്നെ 100നെ കൊണ്ടൊന്നും മേടിക്കാൻ നോക്കാൻ പറ്റുക. 100ന് ഇത് വേണ്ട. എന്നാൽ നമ്മുടെ ഇത് കൂടും ഗൈസ്, നമ്മുടെ സ്ട്രെങ്ത്ത് കൂടും. നമ്മുടെ എനർജി കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. കാര്യമൊന്നുമില്ല, എന്നാലും ആവശ്യമായിരിക്കും. ആവശ്യമുണ്ട്, എന്നാലും കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അറിയത്തില്ല, നമ്മൾ രക്ഷപ്പെട്ട കാര്യമില്ല. അപ്പം കാർഡിനെ വിളിച്ചിട്ട് നമുക്കിത് വീണ്ടും പണിയിടും ഗൈസ്. ഇപ്പം 3 മണിയായിട്ടുണ്ട്. ഇപ്പം 4 മണിയാവും, വൈകുന്നേരം ആവുന്നുണ്ട്. പക്ഷേ എത്ര പെട്ടെന്ന് സമയം പോകും നോക്കാം ഗൈസ്. നിങ്ങൾ തന്നെ എത്ര പെട്ടെന്ന് സമയം പോകും നോക്ക്. സമയത്തിനൊന്നും ഒരു വില ഗൈസ്. എത്ര പെട്ടെന്ന് സമയം പോകുന്നത്. കണ്ണടച്ചോർക്കുന്നതിന് പെട്ട ഇതാ ഇങ്ങനെ സമയം പോകുന്നത് ഗൈസ്. ഏകദേശം നമ്മൾ അങ്ങ് എത്തിയെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇനിയും പോകാനുണ്ട്. ഓക്കെ, ആൾ വാച്ച് ഇവിടെ ഉണ്ട് ഗൈസ്. വാച്ച് നമുക്ക് ഇവിടെ കഴിയുന്നുണ്ട്. വാച്ച് നമുക്ക് പിന്നെ കഴിച്ച് നാളെ
നാളെ വന്നിട്ട് നമുക്ക് വാച്ച് ഔട്ട് ഗൈസ്. ഇവിടെ വാച്ച് അവിടെ തന്നെ ഒരു കടമുണ്ട് കണ്ടോ ഗൈസ്, വാച്ച് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് എന്നിട്ട് ഒഴിച്ച് പോയാൽ ഗൈസ്, വാച്ചിന് നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വേണ്ട, നമുക്കിനി ഇവിടെ നിന്ന് ഇതൊക്കെ കളക്ട് ചെയ്ത് തരും ഗൈസ്. ഇനി ഇതൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് പോകാം ഗൈസ്. ഇത് ഒരുപാടുണ്ട് ഗൈസ് കളക്ട് ചെയ്യാൻ, കുഴിക്കാൻ ഒരുപാടുണ്ട് ഗൈസ്. ഇത് എത്ര കുഴിച്ചിട്ടൊന്നും ലെവലാവുന്നില്ല ഗൈസ്. എത്ര സമയം അറിയാം കുഴിക്കുന്നത് കേസ്. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം മുളക് ഗൈസ്. 1 മിനിറ്റ് നമ്മൾ കുഴിക്കാൻ എടുക്കും, 1 മിനിറ്റ് നമുക്ക് ഇത് കൊണ്ടുപോകാൻ എടുക്കും. എല്ലാം കൊണ്ട് സമയം പാട് വരും ഗൈസ്. അതുകൊണ്ടാണ് ടൈം മാനേജ് ചെയ്യണം. ഇത് ഇവിടെ വെക്കുമ്പോൾ തന്നെയാണ് സമയം മിന്നൽ വേഗത്തിലാണ് ഗൈസ്. മിന്നൽ വേഗത്തിലുള്ള സമയം പോകുന്നത് ഗൈസ്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കണക്കില്ല ഗൈസ്. വീണ്ടും കൂടി ഗൈസ് നമുക്കിതെല്ലാം സെറ്റാക്കിയിട്ട് വീണ്ടും കാണാം ഗൈസ്. നമ്മുടെ ഏകദേശം ആകുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ഗൈസ്. കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ബോറായിട്ടും ഗൈസ്. അടുത്ത ദിവസം നമുക്ക് രാത്രി ആകുമ്പോൾ നോക്കാം ഗൈസ്. ഇനി നൈറ്റ് ആകുമ്പോൾ കാട് പിടിക്കല്ലേ. ഇപ്പൊ പിടിച്ചതിന് കാട്. അയ്യോ, ഒരു സെക്കൻഡ് വ്യത്യാസം നമ്മൾ രക്ഷപ്പെട്ടു. നമുക്കിതെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ട് ടോയ്ലറ്റ് പേപ്പർ പറയാം ഗൈസ്. എന്നിട്ട് നമുക്ക് രാത്രി കാണാം ഗൈസ്, നൈറ്റ് ടൈം. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഏകദേശം 9 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ കാട് വരാൻ ആദ്യമായിട്ടുണ്ട് ഗൈസ്. ഞാൻ എനർജി ബാർ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. കുറച്ച് ടോയ്ലറ്റ് പേപ്പർ കിട്ടി, സാധനം കളക്ട് ചെയ്ത് കൊടുത്തിട്ട് ടോയ്ലറ്റ് പേപ്പർ ആക്കി നമ്മൾ എനർജി ബാർ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. എനർജി ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും കാട് വരികയും ചെയ്യാം. അപ്പോൾ നമുക്കതിന് പിടിക്കാൻ പറ്റില്ല. സമയത്തെ കൊണ്ട് നമുക്ക് ഇതെല്ലാം കുഴിച്ച് ലെവലൊക്കെ ഗൈസ്. നല്ല മെല്ലെ കുഴിച്ചാൽ ഗൈസ്. മെല്ലെ വേഗം കുഴിക്കണം, നല്ല നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റുള്ളൂ. നമുക്ക് ഇതെല്ലാം രാവിലെ കൊണ്ടുകൊടുത്തിട്ട് അടുത്ത 4 മണിക്കുള്ള വേഗം ഇതെല്ലാം കുഴിക്കണം ഗൈസ്. 20 എണ്ണം വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ലൈറ്റ്സ് അവിടെ ഉണ്ട്. ഇനി കാട് വരത്തില്ല, അതുകൊണ്ട് പിടിക്കണ്ട. നമുക്ക് എനർജി തീർന്നാലും പ്രശ്നമുണ്ട്. നമ്മൾ എനർജി ഡ്രിങ്ക് ഉണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആവും. വീഡിയോ എൻ്റെ ആക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എൻ്റെ ആക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് പൈസ കിട്ടും ഗൈസ്. കണ്ടതങ്ങ ഇത് നോക്കണം. ഇപ്പോൾ എത്ര പോയിനായിരുന്നു? 20 പോയിന്റ്. ഇപ്പം രാത്രിയായിട്ടുണ്ട്. ഇവിടെ കുടുങ്ങിയ നമുക്കിനി മുകളിൽ കൊണ്ട് നമുക്ക് കുറച്ച് ലെവലിൽ കുഴിക്കണം ഗൈസ്. ഇല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കുടുങ്ങിപ്പോകും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇത് വേഗം കൊണ്ടിട്ട് നമുക്ക് കുഴിക്കാം ഗൈസ്. ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് ടോയ്ലറ്റ് പേപ്പർ കിട്ടും ഗൈസ്. അതുകൊണ്ട് ഇതെല്ലാം കളക്ട് ചെയ്യണം ഗൈസ്. എല്ലാം കളക്ട് ചെയ്യാം, ഒന്നും വെച്ചിട്ടുണ്ട്. എനർജി കഴിഞ്ഞുകൊണ്ട് നമുക്ക് എനർജി ഡ്രിങ്ക് കുടിക്കണം. എനർജി ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കോയിൻ കിട്ടി ഗൈസ്. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ നമുക്ക് കോയിൻ ഇഷ്ടങ്ങളൊക്കെ കിട്ടുന്ന ഗൈസ്. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രൗൺസ് കോയിൻ കിട്ടിക്കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല ഇനി. ഓക്കെ, കുഴിച്ച് കുറേ സ്ഥലത്ത് പോയല്ലോ. ഇനി ഏത് വഴിയാണ് പോകേണ്ടത്? കുഴിച്ച് എങ്ങോട്ടാണ് കുഴിക്കേണ്ടത്? ഇനി അത് മനസ്സിലാവുന്നില്ലല്ലോ.
കുറേ ഞാൻ കുഴിച്ചു ഞാൻ ഇങ്ങെത്തി. ഇത്രയും ദൂരം ഞാൻ കുഴിച്ചു കേസ്. എന്നിട്ടും എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഞാൻ എവിടത്തേക്കാണ് പോകുന്നത്. കണ്ട ഒരുപാട് ഞാൻ കുഴിച്ചു. ഇവിടെയെല്ലാം കുഴിച്ച് ലെവലായി. ഇതെല്ലാം കുഴിച്ച് ലെവലാക്കി പിരിയുന്നു. കണ്ട ഗൈസ്, ഇപ്പോഴും ഞാൻ ഫിനിഷാക്കില്ല ഗൈസ്. നമ്മൾ ഇന്നലെ രാത്രി കാലത്ത് കാലത്തേതെല്ലാം കൂടി നമുക്കിപ്പം 300 ടോയ്ലറ്റ് പേപ്പർ ഉണ്ട് ഗൈസ്. 318 ടോയ്ലറ്റ് പേപ്പർ. ഇപ്പം 320 കൊണ്ടായിരുന്നു. ഇപ്പം ഫുഡ് വെച്ചാൽ 318 ഗൈസ്. നമുക്കിനി രാവിലത്തെ കുഴിക്കല്ലേൽ കഴിയണം. എന്നിട്ട് ഇനി ഉച്ചക്ക് ഫുഡ് കഴിക്കണം. നമ്മുടെ സാധനം കൊണ്ടുവരണം. അത്രയില്ല, നമുക്ക് വലിയ പണിയൊന്നുമില്ല. നമുക്ക് ഏകദേശം ഇന്ന് തന്നെ രക്ഷപ്പെടാനാകും ഗൈസ്. നമുക്ക് ആ വാച്ച് എടുക്കാം. ഫസ്റ്റ് തന്നെ പോയിട്ട് വാച്ച് കളക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇത്ര പോലെ കുഴിക്കണ്ടു. നമുക്ക് കോയിനെല്ലാം കളക്ട് ചെയ്യാം ഗൈസ്. ഇപ്പം നമ്മൾ 221 കോയിനുണ്ട് ഗൈസ്. 21 കോയിൻ. നമുക്ക് ഈ കോയിനെല്ലാം കുറേ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറേ സാധനം മേടിക്കാം ഗൈസ്. നമുക്ക് ഇനിയിപ്പം 300 ടോയ്ലറ്റ് പേപ്പർ ഉണ്ട്. അപ്പം 300 ടോയ്ലറ്റ് പേപ്പർ നമുക്ക് കൊടുക്കാം ഗൈസ്. അയാൾക്ക് ആളെന്നേരം 10 തേച്ച് തരും ഗൈസ്. ഇനി ഗൈസ് നമ്മൾ ഏകദേശം രക്ഷപ്പെടാനായിട്ടുണ്ട്. അതിന് ഇത്തിരി പേരെ വേണ്ടു. കുറച്ചും കൂടി പണിയുള്ളൂ. ഓക്കെ, നമ്മൾ അത്ര പോലെ കുഴിച്ചിട്ടുണ്ട് മതി. ബാക്കി നമുക്ക് പിന്നെ കുഴിക്കാം ഗൈസ്. ഞാൻ റിസ്ക് എടുക്കണം. എനിക്ക് മെല്ലെ രക്ഷപ്പെട്ടാൽ മതി. ഇനിയും കുറച്ച് ദിവസം കൂടി ഉണ്ട്. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ടൂൾ ചെയ്തിട്ട് നമുക്ക് വേഗം കൊണ്ടായിട്ട് നമുക്ക് മണ്ണെല്ലാം കുടിച്ചാണ് ഗൈസ്. പെട്ടെന്ന് തന്നെ മണ്ണ് കുടിച്ചാൽ മതി. പെട്ടെന്ന് നമുക്ക് മണ്ണ് കുടിക്കണം. കാടിനെ വിളിക്കാം. ഞാൻ വാച്ചാദ്യമേ വെച്ചു ഗൈസ്. കുഴപ്പമില്ല, നമുക്കൊന്നുകൂടെ പേരത്തെ വാച്ച് കിട്ടും. വാച്ചെല്ലാം പേര് കിട്ടുന്ന സാധനമാണ് ഗൈസ്. നമുക്കൊരു 40 ടോയ്ലറ്റ് പേപ്പർ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. സുന്ദരിട്ട് 40 ടോയ്ലറ്റ് പേപ്പർ ഇടിക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം അടച്ചിട്ടുണ്ട് വീട്ടിൽ. നമുക്കിനി പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും വേണ്ട. നമുക്ക് ഏകദേശം എനർജി ഏകദേശം ഉണ്ട്. അതുകൊണ്ട് ഗാഡി ഇത് അടച്ചിട്ടുണ്ടെങ്കിൽ സമയം കളയണ്ട. ഗാഡിന് ബുദ്ധിമുട്ടില്ലേ? അത് ഗാഡെ മെല്ലെ വന്നാൽ മതി. ഗാഡെ ഇനി ഇപ്പോഴേ വരല്ലേ, സമയം എടുത്തിട്ട് വന്നായി. കാരണം ഇനി സമയം കുറവാണ്. നമുക്കിനി വാച്ച് കണ്ടെടുത്തണം. പോലെ ഒന്നും വേണ്ട, വാച്ച് മാത്രം കണ്ടെത്തണം. ഇവിടെ എവിടെയെങ്കിലും ഒരു വാച്ച് ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോകും. വാച്ചേ വേണ്ടു ഇനി. വാച്ച് ഇവിടെ എവിടെയും ഇല്ല. ഓ ഗൈസ്, 12 മണിയായി. സമയം നോക്കിയില്ല. പണിപാളി. ഓ ഗൈസ്, ഞാൻ ബാക്ക് അടിച്ചപ്പോഴത്തേക്കാണ് എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. 2 മണി. ഇപ്പം നമുക്ക് തുറന്നിട്ട് നമ്മളെ സ്ഥലം നമുക്ക് എവിടെ സ്ഥലം ലാസ്റ്റ് നോക്കട്ടെ. ടോയ്ലറ്റുണ്ട്. ഓക്കെ, നമുക്ക് വെച്ചിട്ട് നമുക്ക് വീണ്ടും താഴേക്ക് വേഗം വന്നിട്ട് നമുക്ക് വാച്ച് കിട്ടുക. നമുക്ക് രക്ഷപ്പെട്ടു. വാച്ച് കളിക്കാൻ വാച്ചുണ്ടോ? ഇവിടെയൊന്നും വാച്ചില്ല. എന്നാലും നമുക്ക് തിരിച്ച് മോളിപ്പോൾ വാച്ച് എവിടെയില്ല. നമുക്ക് ഇവിടെ മാത്രം നോക്കാം. ഇവിടെ
സമയമില്ല. ഇനി നമുക്കിത് സൈഡ് കിട്ടി സമയം വളരെ കുറവാണ്. ഇത് കൊണ്ടുപോയിടണം. വേഗം നമുക്ക് ചെയ്യണ്ടേ. സമയം വളരെ കുറവാണ്. കൈമില്ല ടോയ്ലറ്റ് പേപ്പർ കൊടുക്കണം പെണ്ണം ചെയ്ത് ടോയ്ലറ്റ് പേപ്പർ ടോയ്ലറ്റ് പേപ്പർ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ടോയ്ലറ്റ് പേപ്പർ ഉണ്ട്. 52 രൂപ എടുക്കുന്നുണ്ട്. നമുക്കൊരു കക്കൂസാണ് കേസ്. ഏതായാലും അതാണ് നല്ലത്. ഓ ഗൈസ്, നമുക്ക് പുതിയൊരു കക്കൂസ് ഇടുന്നുണ്ട്. സെറ്റായിട്ടുണ്ട്. നമുക്കൊരു എനർജി ഡ്രിങ്ക് മേടിക്കാനൊക്കെ പോകുക. ഇല്ല എനർജി ഡ്രിങ്ക് മേടിക്കാൻ പോകാം. അയ്യോ പൈസ ഗൈസ് പണി. എനർജി ഡ്രിങ്ക് ഗൈസ്, നമ്മൾ ഇപ്രാവശ്യം എനർജി ഡ്രിങ്ക് മേടിച്ചിട്ടാം. ചോറയായിപ്പോയി ഗൈസ്. നമ്മളെവിടെ നിന്നെന്തോ ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചു ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എനർജി ഡ്രിങ്ക് ഇല്ലാതെ തന്നെ നമുക്ക് കുറച്ച് ഒഴിക്കാം. നമ്മൾ പണി ഏകദേശം സെറ്റായിട്ടുണ്ട്. രാത്രിക്ക് ബോംബിട്ട് പൊട്ടി ഗൈസ് അവിടെ. ഇവിടെ കൂട്ടിയിട്ടുണ്ട്. മതി. നമുക്ക് എല്ലാം സെറ്റാക്കിയിട്ട് കുറച്ചുകൂടി ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് നീട്ടാവുന്നതാണ് കേസ്. ലോങ് വീഡിയോ കേസ്, ഒരുപാട് ലോങ്ങാവും. ഇടുന്നില്ല, നമുക്കിടുന്നില്ല. അതിവിടെ നിൽക്കാനൊന്നുമില്ല, നിൽക്കുന്ന സ്ഥലമില്ല. ഓക്കെ പൈസ നമുക്ക് ഈ പുതിയ ടോയ്ലറ്റ് ഉണ്ടാക്കാം. പുതിയ ടോയ്ലറ്റ് കുഴപ്പമില്ല. നമുക്ക് പുതിയ ടോയ്ലറ്റിൽ സിമ്പിളായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം കുറച്ചും കൂടി കുഴിച്ചിട്ട് നമുക്ക് രാത്രി കാണാം ഗൈസ്. ഏകദേശം എല്ലാം ഞാൻ ലെവലാക്കിയിട്ട് നേരത്തെ എല്ലാം നമുക്ക് അടുത്തത് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. എല്ലാം നമ്മൾ സെറ്റാക്കട്ടെ ഗൈസ്. എസ്കേപ്പ് ആണ് പരമാവധി സാധനം നമുക്ക് സെറ്റാക്കട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. നമ്മൾ അവസാനം കുഴിച്ച് അവസാനം നമ്മുടെ കുഴിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിവിടെ രാത്രിക്ക് വന്ന് രക്ഷപ്പെടാം ഗൈസ്. നമുക്കിവിടെ നിന്ന് സാധനം കളക്ട് ചെയ്തിട്ട് നമുക്ക് രാത്രിക്ക് വരാം ഗൈസ്. ഇനി രാത്രിയാണ് നമ്മുടെ പണി. നമുക്ക് ഏതായാലും തിരിച്ചു പോകാം. കൂടിയുള്ള സാധനം ഇല്ലതെല്ലാം എടുത്തിട്ട് നമുക്ക് കാടിന് കൊണ്ട് കൊടുക്കണം ഗൈസ്. കാടിക്കാൻ തരും വാരെടുക്കാം. ഇനി നമുക്കിതെല്ലാം എടുക്കാം. നമുക്ക് മുളകോ കുറേ സമയം ഇങ്ങോട്ട് എടുക്കുന്ന കേസ് ആ സാധനത്തിന്. കാരണം ഞാൻ വളരെ കിട്ടുമോ പക്ഷേ ആക്സിഡൻ്റ് തന്നെ ഏറ്റിനെയും നമുക്കിതെല്ലാം കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവരുന്ന കേസ്. പിന്നെ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വീട്ടിൽ കാണിച്ചു തരാം. ഇതെല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ നോക്കിക്കോ. ഇത് മണ്ണിൽ സംഭവം കിട്ടും കേസ് എന്നൊരു സാധനം കണ്ടോ നിങ്ങൾ. ഞാൻ പുതിയ 2 കുറച്ച് സാധനം നോക്കുന്നുണ്ട് കേസ്. കുറേ സമയം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടോയ്ലറ്റ് പേപ്പർ കൊടുത്തിട്ട് കുറേ സാധനം കുറേ കയ്യിൽ പൈസ നോക്കിയിട്ട് ഒരു ചെടിയും ഒരു ചായയുടെ കപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത് ഗൈസ്. ഇനി ഇത് ഞാൻ ഇതൊരിക്കൽ കുടിച്ചു നമുക്കിത് എടുക്കാൻ കഴിയത്തുള്ളൂ. എളുപ്പം ഏകദേശം രാത്രി കൊടുക്കാം. ഓ ഒരു ഡക്കടി ഗൈസ്. 4 ടോയ്ലറ്റ് പേപ്പർ 4 നമുക്ക് എടുത്താക്കാം. ആകട്ടെ പറയുന്നു. ഓക്കെ ആകട്ടെ ടോയ്ലറ്റ് പേപ്പർ 13 ടോയ്ലറ്റ് പേപ്പർ ഉണ്ട്. കുഴപ്പമില്ല, ധാരാളം. ഓക്കെ നമുക്ക് ഫുഡ് വാങ്ങിക്കാം ഗൈസ്. നമ്മൾ ഇന്നത്തോടെ ഈ
പിന്നെ നമ്മൾ എസ്കേപ്പ് ആയിരിക്കും ഗൈസ്. ഇനി നമുക്കൊന്നും വേണ്ട, ഇനി എല്ലാം ആയിട്ടുണ്ട് ഗൈസ്. നമുക്കെല്ലാം വേണ്ടതെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഇവരുടെ എല്ലാം ബൈ പറഞ്ഞിട്ട് നമുക്ക് പോകാം ഗൈസ്. നമ്മൾ ഈ ആൾ തന്നെ വന്നിട്ടായിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഒന്നും വേണ്ടിയല്ല ഗൈസ്. ഗൈസ് ഇപ്പോൾ കണ്ട ആ ചെടി മോണിച്ചോടെ 2 മിനിറ്റിലധികം സമയം കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്നാൽ പോയി നോക്കാം ഗൈസ്. അടിയിലേക്ക് പോയി നോക്കാം. അടിയിലേക്ക് പോയി നോക്കാം ഗൈസ്. ഗൈസ് ഇതെന്താ ഇങ്ങോട്ട് പോകണല്ലോ വഴി? നമുക്ക് തിരിച്ചുകൊണ്ട് വഴി. ഓക്കെ, ഇതെന്താ പറ്റത്തെ? ഇതെന്താ ഇങ്ങോട്ട് പോകാനാവത്തെ? ഓ, ഇവിടെ ഇത് ഇങ്ങോട്ടില്ല വഴി. ഇങ്ങോട്ടില്ല, ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട്. 15 minutes later. കുറേ സമയത്തെ കറക്കലിന് ശേഷം നമ്മൾ നമ്മുടെ ഏണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടെടുക്കുന്ന എല്ലാവരും വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോടൊപ്പം ചാനൽ സബും കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ആകുന്നു ഗൈസ്. നമ്മൾ ഇതാ എസ്കേപ്പ് ആകുന്നു. ഇപ്പോൾ പ്രസന്റ് എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് പീസ് ഔട്ട്.